അപ്പം ഇവിടെ ഇതുപോലെ തന്നെ 2π/5 മൈനസ് π/10/2. 10 LCM ആയിട്ട് എടുത്താൽ 4π മൈനസ് π/10/2. സോ 3π/20 തേർഡ് ഓപ്ഷൻ. റിസൾട്ട് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇത് ഇനിയും ക്വസ്റ്റ്യൻസ് വരും. എക്സിന് പകരം π/2 മൈനസ് എക്സ് കൊടുത്തു, സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ വന്നു, 1 + cos എക്സിന് ഫോർമുല ഉണ്ട്. ദെൻ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഫോർത്ത് ഓപ്ഷനിലേക്ക് എത്തി. സ്മോൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂട്ടൺസ് ലെബനിറ്റ്സ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അത് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. ഇതിനൊന്ന് ഡിഫറൻസിയേഷൻ നടത്തും. ഇതിന് ഡിഫറൻസിയേഷൻ നടത്തുക എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ലെഫ്റ്റ് സൈഡ് എഫ് ഡാഷ് എക്സ് വരും, റൈറ്റ് സൈഡ് അപ്പർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് 1 കിട്ടും ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ലോവർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. അതാണ് ഫോർമുല. Hello my dear students, welcome to Professor P.C. Thomas classes and Chaitanya classes. KEAM 2025 PYQ ഡിസ്കഷനിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇൻ്റഗ്രൽസ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷനും ഏരിയയും കൂടെ, ഡെഫിനിറ്റും ഏരിയയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന്, ഈ വർഷം 2026 കീം അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് CBSE സ്റ്റുഡൻസിന് മാർച്ച് 13 ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് സിലബസുകാർക്ക് മാർച്ച് 18. അപ്പോൾ ബോർഡ് എക്സാമിനും കീമിനും ഇടയിലുള്ള ഒരു കുറച്ച് സമയം, ആ കുറച്ച് സമയം കൊണ്ട് നമ്മൾ 11th 12th പോർഷൻസ് കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫോർമുലാസൊക്കെ ഒന്ന് പഠിച്ച് പ്രീവിയസ് ഇയറിൽ കേരള എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ആ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കീം ഒന്ന് സെറ്റാക്കി എടുക്കുന്നു. അതാണ് ക്രാഷ് കോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡെയിലി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്യും, ഞാനീ പറഞ്ഞതുപോലെ. പിന്നെ അതിനകത്ത് ഓരോ ദിവസവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന്. എക്സാം എടുക്കുമ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പോർഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ കീം മോഡൽ, കംപ്ലീറ്റ് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് കീമിൻ്റെ അതേ പാറ്റേൺ 150 ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഒരു പാക്കേജാണ് ഈ ക്രാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എക്സാമിൻ്റെ ഒരു ടൈമാണ്. മോഡൽ എക്സാം, ബോർഡ് എക്സാം, ഇങ്ങനെ ഇതിന് സ്കൂളിലെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ അത് പിന്നീട് എപ്പോഴായാലും നിങ്ങൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായ NCERT കൺസെപ്റ്റുകൾ എല്ലാം തിയറി പ്ലസ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ചാപ്റ്റർ വൈസ്, ഓരോ ചാപ്റ്റർ വൈസ്, സബ്ജക്റ്റ് വൈസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാം കൊടുത്തിട്ടുണ്ട്. മാത്സ് ഒക്കെ ആണെങ്കിൽ NCERT എക്സസൈസിൽ എല്ലാ പ്രോബ്ലവും 1 by 1 ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കൂളിലേക്കൊക്കെ പഠിക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു ഡെഫിനിറ്റ് പ്ലസ് ഏരിയ രണ്ടോടെ ചേർത്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ഒരു സ്ലോട്ടിൽ പ്രതീക്ഷിക്കാം. മാക്സിമം 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു സ്ലോട്ടിൽ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ -√3 to 1 -6x² + 18dx = സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. -6 × x² ഇൻ്റഗ്രൽ x³ + 18 ഇൻ്റഗ്രൽ 18x ഫ്രം -√3 to 1 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 എഴുതാം. അപ്പോൾ -2x³ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ എക്സിനും ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ -6 + 18 -6 അല്ല 2 അല്ലേ വരുള്ളൂ.
-2 6 കട്ട് ചെയ്ത് അവിടെ 2 ആയിരുന്നു, എക്സിന് 1 കൊടുത്തു. ലോവർ ലിമിറ്റ് -√3 കൊടുക്കുമ്പോൾ -2 അവിടെ ഉണ്ട് ഓൾറെഡി. പിന്നെ √3 -√3 കൊടുക്കുമ്പോൾ -3√3 കിട്ടും. √3യുടെ ക്യൂബ് പ്ലസ് 18, സോ -18√3 വരും. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 16 മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആയിപ്പോയി, മൈനസ് എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6√3 കിട്ടും, -18√3 കിട്ടും, -12√3 കിട്ടും. ഇറ്റ് ബിക്കം +12√3 എന്ന് വരും. കമ്പയർ ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ √3, ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. 16 + 12 അഥവാ 28 എന്ന് കിട്ടും. ഡയറക്റ്റ് ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇതൊക്കെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇൻ്റഗ്രേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് വളരെ സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഈ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് തോന്നുന്നു സൈൻ കോസിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സൈൻ കോസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കോട്ട് സൈൻ ക്യൂബ് ബൈ കോസ് ക്യൂബ് എന്നും, ഈ കോട്ടിനെ കോസ് ബൈ സൈൻ ആക്കും. പറ്റിയില്ലേ? സൈൻ ബൈ കോസ് അല്ലേ, കോട്ടല്ലേ, അല്ല കോസ് ബൈ സൈൻ. കോസ് ക്യൂബ് എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ്, ഇതും കോസ് ക്യൂബ് ബൈ സൈൻ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ എൽസിഎം കണ്ടു കഴിയുമ്പോൾ സൈൻ ക്യൂബ് പ്ലസ് കോസ് ക്യൂബ് ബൈ സൈൻ ക്യൂബ് എക്സ് എന്ന് വരും. ഇത് രണ്ടും കട്ടായിപ്പോയി. കോട്ടിന് പകരം കോസ് ബൈ സൈൻ ആക്കി എൽസിഎം കണ്ടു. ഇപ്പം ഇൻ്റഗ്രൽ π/10 to 2π/5 കോസ് ക്യൂബ് എക്സ് ബൈ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഐ എന്ന് വിളിച്ച് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, അതുപോലെ ചെയ്താൽ മതി. ഞാൻ ആ ഷോർട്ട് കട്ട് ഒന്ന് പറയാം, നോർത്തിരുന്നാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഷോർട്ട് കട്ട് ഇതാണ്. ഇൻ്റഗ്രൽ A to B ലിമിറ്റ് f(x), ഓക്കെ, ആ ഫംഗ്ഷൻ തന്നെ താഴെ വരും, f(x) തന്നെ ഡിനോമിനേറ്ററിൽ വരും, പ്ലസ് f(a + b - x), അതായത് f(x) എന്താണോ അതേ f(x) തന്നെ താഴെ വരും. അടുത്ത ഫംഗ്ഷൻ പ്ലസ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് -x എന്ന് അങ്ങനെ വരികയാണെങ്കിൽ b - a/2 എന്ന് ആൻസർ എഴുതിയാൽ മതി. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് /2 എന്ന ആൻസർ എഴുതിയാൽ മതി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ നിങ്ങൾ, കോസ് ക്യൂബ് f(x), ആ f(x) തന്നെ താഴെയുണ്ട്. ഇത് f(x), ആ f(x) തന്നെ താഴെ വരുന്നു. പല ക്വസ്റ്റ്യനിലും ഇത് കയറി വരും കേട്ടോ. നിങ്ങൾ സാധാരണ ഐ എന്ന് വിളിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. എന്നിട്ട് f(x)ന്റെ പ്ലേസിൽ a + b - x ചെയ്തു, രണ്ടോടെ ആഡ് ചെയ്യും, 2i = എന്ന് പറഞ്ഞാൽ NCERT ചെയ്യുന്നില്ല, അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കിയേ, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? a + b - x എന്ന് വെച്ചാൽ ഇതിനെ വേണമെങ്കിൽ നിങ്ങളൊരു 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ 4π/10 പ്ലസ് π/10 എന്ന് വരും. ഞാൻ എളുപ്പത്തിൽ ചെയ്തു എന്നുണ്ട്, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട്. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. -x വരും. അപ്പോൾ ഇത് 5π/10, ദാറ്റ് ഈസ് π/2 - x എന്ന് വരും. ശരിക്കും നിങ്ങൾ എക്സിൻ്റെ അടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടത് π/2 - x ആണ്. ഇതാണ് f(x). ഈ എക്സിന് പകരം നിങ്ങൾ π/2 - x കൊടുക്കും എക്സിൻ്റെ പ്ലേസിൽ. അപ്പോൾ കോസ് π/2 - x എന്ന് പറഞ്ഞാൽ സൈൻ വരും. ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ തന്നെ താഴെ, പ്ലസ് ഫംഗ്ഷൻ വേരിയബിളിൻ്റെ പ്ലേസിൽ അപ്പർ പ്ലസ് ലോവർ -x. അങ്ങനെയാണെങ്കിൽ ആൻസർ ഡയറക്റ്റ് b - a/2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ 2π/5 - π/10/2, 10 LCM ആയിട്ട് എടുത്താൽ 4π - π/10/2.
സോ 3π/20 തേർഡ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ റിസൾട്ട് ഓർത്തിരുന്നോളൂ കേട്ടോ. അത് ഇനിയും ക്വസ്റ്റ്യൻസ് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പർ ലിമിറ്റ് ആ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സൈൻ കോസ് ഇട്ടിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചില കേസിൽ ലോഗരിതമൊക്കെ കയറി വരുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല. തേർഡ് ഓപ്ഷൻ. അടുത്തത് ഏരിയയുടെ ക്വസ്റ്റ്യൻ ആണ്. y = x⁵5/2 then y = x. ഏരിയ ഓഫ് ദ റീജിയൻ. വേണമെങ്കിൽ ഇത് രണ്ടോടെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എളുപ്പമാണ്. 0ഉം 1ഉം ആയിരിക്കില്ലേ. സോൾവ് ചെയ്യണമെന്നൊന്നുമില്ല അല്ലേ. എക്സിന് 0, y-ക്ക് 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1. ഫിഗർ വരയ്ക്കണമെന്നൊന്നുമില്ല. അപ്പർ മൈനസ് ലോവർ ചെയ്യുന്നു. ഇപ്പം നേരെ തിരിഞ്ഞു വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മൈനസ് ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, നെഗറ്റീവ് കിട്ടും. ഒന്നുകിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഒരു മോഡുലസ് എടുക്കുന്ന ഏരിയ എന്നേ ഉള്ളൂ. ഫിഗർ വരച്ചൊന്നും സമയം കളയണ്ടല്ലോ. x²/2 - x⁵5/2 + 1. ദാറ്റ് ഈസ് x⁵7/2 7/2 0 to 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 - 2/7 വരും. 14 LCM ആയിട്ട് എടുത്താൽ 7 - 4 വരും. ദാറ്റ് ഈസ് 3/14 വരും. 3/14 വരും. നേരെ തിരിച്ചെടുക്കുന്നയാൾക്ക് ദിസ് മൈനസ് ദിസ് എടുക്കുന്നയാൾക്ക് -3/14 വരും. ഏരിയ ആയതുകൊണ്ട് പോസിറ്റീവ് എടുക്കുന്നു. ഞാൻ ഫിഗർ ഒന്നും വരച്ചില്ല, ഡയറക്റ്റ് രണ്ട് കർവിനിടയിലുള്ള ഏരിയ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ ഇത് ഇൻ്റഗ്രേഷൻ നടത്തണം. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് അഡ്ജസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ടി = 3⁵2x + 1. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ a⁻x ഡിഫറൻസിയേഷൻ a⁻x തന്നെ വരും. ഇൻറ്റു 2xൻ്റെ 2 വരും. ഇൻറ്റു log 2 വരും. dx to the base c. ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്ന് പറയുമ്പോൾ a⁻x ഇൻറ്റു log a ആണ്. a⁻x ഇൻറ്റു log a. log 3 അല്ലേ, സോറി, a⁻x ഇൻറ്റു log a. a⁻xൻ്റെ ഡെറിവേറ്റീവ് a⁻x ഇൻറ്റു log a. പിന്നെ 2 വന്നത് എങ്ങനെയാണ്, അത് 2xൻ്റെ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 3⁻2x dx ന്യൂമറേറ്ററുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, dt/2 log 3 വരും. /t വരും. ലിമിറ്റ് പറ. എക്സിൻ്റെ ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ t = 2 വരും. അപ്പർ ലിമിറ്റ് 1 ആണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ 10ഉം വരും. ഇത് പുറത്തേക്ക് എടുത്തു. 1/2 log 3 ഔട്ട്സൈഡ് എടുത്തു. ഇത് പിന്നെ 1/t വരും. അതിൻ്റെ ഇൻ്റഗ്രേഷൻ log t എന്നും വരും. ഫ്രം 2 to 10. which is equal to 1/2 log 3 log 10 minus log 2 വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് log a മൈനസ് log b. log a/b വരും. അങ്ങനെ 10/2 5 കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മോഡുലസിൻ്റെ നിങ്ങൾ പ്രോപ്പർട്ടി വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ സ്കൂളിൽ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. -1 മുതൽ 1 വരെ മോഡ് x-3. അതായത് -1നും 1നും ഇടയിൽ ഏത് വാല്യൂ കൊടുത്താലും മോഡ് x-3 എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ. സോ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ -1 to 1, മൈനസ് ഓഫ് എന്ന് എടുക്കുന്നതിന് പകരം 3 - x എടുത്താലും മതി. 3 - x ഫ്രം -1 to 1. ഞാൻ പറയുന്നത് നമ്മൾ മോഡ് എക്സിനെ രണ്ട് രീതിയിലാണ് എഴുതുന്നത്. മോഡ് എക്സ് = ഒന്നുകിൽ പോസിറ്റീവ് എക്സ് എഴുതും, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് എഴുതും അല്ലേ. അതായത് മോഡുലസിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ, എക്സ് <0 ആണെങ്കിൽ ഒരു മൈനസോടെ നമ്മൾ അഡീഷണൽ കൊടുക്കും. ഇതിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ എഴുതും. ഞാൻ പറയുന്നത് -1നും 1നും ഇടയിൽ ഏത് വാല്യൂ കൊടുത്താലും ഇത് നെഗറ്റീവാണ്. 1 കൊടുത്തു, -1 കൊടുത്തു, 0 കൊടുത്തു, ഏത് കൊടുത്താലും ഇത് നെഗറ്റീവാണ്. അപ്പം -(x - 3) വരും. ഞാനതിനെ 3 - x എന്ന് എഴുതി.
ദെൻ ടി എക്സ്. ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ 3x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 വരും ഫ്രം -1 to 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 ബൈ 2 മൈനസ് -3 മൈനസ് 1 ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 2 കട്ട് ചെയ്ത് പോയിട്ട് ആൻസർ 6 കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ 6 കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ. ഒരു മെത്തേഡ് ഇതാണ്. വേറൊരു മെത്തേഡോടെ വേണമെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് അത് എളുപ്പമാണെങ്കിൽ അത് ചെയ്തോളൂ. ഓർ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക. ഇതാണ് മോഡ് എക്സ് മൈനസ് 3യുടെ ഗ്രാഫ്. ഇത് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3യും ഇത് y ഈസ് ഈക്വൽ ടു 3 മൈനസ് എക്സും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം -1 മുതൽ 1 വരെയാണ്. -1 മുതൽ 1. ഈ പോയിന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എക്സിന് -1 കൊടുത്താൽ ഈ പോയിന്റ് 4 വരും. ഈ ഹൈറ്റ് 4 വരും. എക്സിന് 1 കൊടുത്താൽ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വരും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ട്രപ്പേസിയത്തിൻ്റെ ഏരിയയുടെ ഫോർമുല അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. കാരണം ഇത് ഈ ലെങ്ത് വരുന്നത് 2 ആണ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നോക്കൂ, ഈ വലിയ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുക. ഈ വലിയ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ഇത് 3 ഇത് 1 അപ്പോൾ ഇത് 0 അല്ലേ. ഇത് 3 ഇത് 1 വരുമ്പോൾ ബേസ് 4 വരും. ഹൈറ്റും 4 മൈനസ് ഈ ചെറിയ ട്രയാങ്കിളുടെ ഏരിയ അത് ഹാഫ് ഇൻറ്റു ഇത് 2 ഹൈറ്റും 2 അപ്പോൾ ഇത് 8 മൈനസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് 6. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കും എളുപ്പം. സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. എന്തായാലും ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് ആൻഡ് ദ ലൈൻ സെഗ്മെന്റ്. ഒരു എലിപ്സ് തന്നിട്ടുണ്ട് അവർ. ആ എലിപ്സ് വെർട്ടിക്കൽ എലിപ്സ് ആണ്. വെർട്ടിക്കൽ എലിപ്സ് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ y കോർഡിനേറ്റ് ആണ് വലുതായിട്ട് വരുന്നത്. വൈയുടെ ഡിനോമിനേറ്റർ ആണ് വലുതായിട്ട് വരുന്നത്. സോ ഇറ്റ്സ് എ വെർട്ടിക്കൽ എലിപ്സ്. ഇതൊരു വെർട്ടിക്കൽ എലിപ്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ് വന്നിട്ട് 4 വരും, ഇത് 5 വരും. Then the line passes through this point. This is the line. Okay, 4, 0 and 0, 5. Area in the first quadrant between the ellipse and the line segment. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. This area. അപ്പോൾ ഇതിനെന്ത് ചെയ്താൽ മതി? ഈ എലിപ്സിൻ്റെ ഏരിയയ്ക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എന്ന് പറയുന്നത് പൈ എ ബി എന്നാണ് റിസൾട്ട്. അപ്പോൾ ഈ എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 5 ഇൻറ്റു 4 ആയിരിക്കും. അതിനകത്ത് ഈ ക്വാഡ്രൻറ്റ് മാത്രം എടുത്താൽ ഇൻറ്റു 1/4 ചെയ്താൽ മതി. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് എലിപ്സിൻ്റെ ഏരിയ പൈ എ ബി ആണ്. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം വന്നാൽ ഇൻറ്റു 1/4 എടുക്കുക. അതിനകത്ത് നിന്ന് ഈ ട്രയാങ്കിൾ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ കിട്ടും. കംപ്ലീറ്റ് എലിപ്സിൻ്റെ 1/4 എടുക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കിട്ടുന്നു. ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നു. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിട്ട് 5 പൈ മൈനസ് ഇത് കട്ട് ചെയ്ത് പോയിട്ട് 10. അങ്ങനെ നമുക്ക് 5th ഓപ്ഷൻ കിട്ടും. 5 പൈ മൈനസ് 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇത് ഞാൻ ആ നേരത്തെ പറഞ്ഞ റിസൾട്ട് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. നോക്കൂ, എഫ് ഓഫ് എക്സ്
ഫംഗ്ഷൻ ഇവിടെ നോക്കിയേ, എക്സിൻ്റെ പ്ലേസിൽ എക്സ് എങ്ങനെ റീപ്ലേസ് ചെയ്യും? അപ്പർ പ്ലസ് ലോവർ മൈനസ് എക്സ് എന്ന് എഴുതും. എക്സ് കോർഡിനേറ്റ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ അപ്പർ പ്ലസ് ലോവർ മൈനസ് എക്സ്. അപ്പോൾ 2 + 0 ദാറ്റ് ഈസ് 2 മൈനസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് എഴുതിയാൽ മതി? b മൈനസ് a ബൈ 2 മൈനസ് 0 ബൈ 2. സോ ആൻസർ ബിക്കം 1, ഫസ്റ്റ് ഓപ്ഷൻ. ആ ഷോർട്ട് കട്ട് വീണ്ടും ഓർത്തോളൂ കേട്ടോ, പല ക്വസ്റ്റ്യനിലും കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ i ഒന്ന് കൊടുക്കും, എന്നിട്ട് എക്സിൻ്റെ പ്ലേസിൽ a + b - x കൊടുക്കും, രണ്ടും ആഡ് ചെയ്യും, 2i = 2 എന്ന് വരും. എന്നിട്ട് റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം വരും, കട്ടായി പോവും, 1 കിട്ടും, ഇൻ്റഗ്രേഷൻ എക്സ് എന്ന് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും ഒത്തിരി സമയം എടുക്കില്ല, അതറിയാവുന്നവർ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ എളുപ്പത്തിന് ഇത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടാനെ സൈൻ ബൈ കോസ് ആക്കാം. അപ്പോൾ സൈൻ ടി ബൈ കോസ് സ്ക്വയർ ടി വരും. ഇൻ്റഗ്രൽ 0 മുതൽ 60 വരെ. ഞാൻ ചെയ്തത് ടാനെ സൈൻ ബൈ കോസ് എന്നാക്കി. ഇനി കോസ് ടിക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ കോസ് ടിക്ക് പകരം യു എന്ന് വേണമെങ്കിൽ കൊടുത്തു. സാധാരണ ടി കൊടുക്കാറുണ്ട്, ഇവിടെ ഓൾറെഡി ടി വന്നല്ലോ. യു എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇൻ്റഗ്രൽ, ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി വരും, ഡി ടി ഈക്വൽ ടു ഡി യു. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ മൈനസ് ഇല്ല, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി യു വരും. ഡിനോമിനേറ്റർ വരുന്നത് ടി സ്ക്വയർ എന്നും വരും, ടി സ്ക്വയർ. അപ്പോൾ മൈനസ് t⁻² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ t⁻² + 1, ദാറ്റ് ഈസ് t⁻−1 ബൈ -1 വരും, വിച്ച് ഈസ് 1/t എന്ന് വരും, 1/t എന്ന് വരും ഇൻ്റഗ്രൽ. ഇനി ലിമിറ്റ് നിങ്ങൾ നോക്കൂ, 0 മുതൽ 60 വരെയാണ് ഇവിടെ ലിമിറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് യുവിന് ടി അല്ല കംപ്ലീറ്റ് യു ആയിരുന്നു. എപ്പോഴും നമ്മൾ ഈ ടി എന്ന് കൊടുത്ത് എപ്പോഴും ടി ആ വരുള്ളൂ. ലിമിറ്റ് ഫ്രം വെയർ ടു വെയർ പറയൂ. അതെ, ലിമിറ്റ് എന്ന് പറയുന്നത് ടിക്ക് 0 കൊടുത്താൽ ലോവർ ലിമിറ്റ് 1 കിട്ടും. ടിക്ക് π/3 എന്ന് പറയുന്നത് 60 കൊടുത്താൽ 1/2 വരും. ശരിയല്ലേ? മൈനസ് സൈൻ ടി ഡി ടി കോസ് സ്ക്വയർ ടി, കോസ് ടിക്ക് ടി യു കൊടുത്തു, യു സ്ക്വയർ വന്നു, മൈനസ് u⁻², -1 ബൈ -1 വരും, മൈനസ് പ്ലസ് ആയി പോകും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 1/1/2 -1/1 വരും, ദാറ്റ് ഈസ് 2 - 1, ആൻസർ ഈസ് 1. ഓക്കെ, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. വീണ്ടും ഏരിയയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. y = x-1, ഒന്നുകിൽ ഫിഗർ വരച്ചിട്ട് ചെയ്യാം. y = x-1 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുത്താൽ വൈക്ക് -1 കിട്ടും, എക്സിന് 1 കൊടുത്താൽ ആൻസർ 1 കിട്ടും, എക്സിന് 2 കൊടുത്തിട്ടുണ്ടെങ്കിലും ആൻസർ 1 കിട്ടും. അപ്പം അതിങ്ങനെ പോകുന്ന ഒരു ലൈൻ അല്ലേ, y = x-1 ആൻഡ് ദ ലൈൻ y = 0. y = 0 എന്ന് പറയുന്ന എക്സ് ആക്സിസ് ആണ്. എവിടെ മുതൽ എവിടം വരെയാണ്? 1 മുതൽ 2 വരെ. ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് y = x-1, പിന്നെ y = 0. y = 0 മീൻസ് എക്സ് ആക്സിസ്, ദെൻ 1 to 2. ഇൻ്റഗ്രേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 1 ആയിരിക്കില്ലേ, കാരണം എക്സിന് ഇവിടെ 2 കൊടുത്താൽ ഈ പോയിന്റ് 2,1 എന്നാണ്. അതായത് എക്സിന് 2 എന്ന് കൊടുത്താൽ ഹൈറ്റ് 1 ആയിരിക്കും. സോ ഹാഫ് ഇൻറ്റു 1 × 1, ആൻസർ ബിക്കം ഹാഫ്. ദാറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to 1 tan inverse t തന്നിട്ടുണ്ട്. 0 to 1 tan inverse 1 - t dt ആണ് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്താണെന്നറിയാമോ? അതായത് ഇപ്പോൾ 1 - tക്ക് പകരം നമ്മളൊരു യു കൊടുത്തു. അപ്പോൾ
മൈനസ് ഡി ടി എന്ന് പറയുന്നത് ഡി യു വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ടാൻ ഇൻവേഴ്സ് യു ഇൻറ്റു മൈനസ് ഡി യു എന്ന് വരും. ഏത് 1 minus t is replaced as u and dt is minus du. ലിമിറ്റ് ഇതിൻ്റെ ലിമിറ്റ് 0 to 1 അല്ലേ, അപ്പോൾ എക്സ് ടി ആണ് ഇവിടുത്തെ. ടിക്ക് 0 കൊടുത്താൽ യു 1 കിട്ടും, ടിക്ക് 1 കൊടുത്താൽ 0 വരും. നമുക്കിത് മൈനസ് വരുമ്പോൾ റിവേഴ്സ് ചെയ്ത് എഴുതാലോ. സോ ഇൻ്റഗ്രൽ 0 to 1 ടാൻ ഇൻവേഴ്സ് യു ഡി യു എന്ന് വരും. ടാൻ ഇൻവേഴ്സ് യു ഡി യു എന്ന്. ശരിക്കും നമ്മുടെ ഇത് രണ്ട് സെയിം അല്ലേ. നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ വേരിയബിൾ ചേഞ്ച് ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. സ്കൂളിൽ തന്നെ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ഫസ്റ്റ് പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താലും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് വൈ ഡി വൈ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. ഫങ്ഷൻ സെയിം, ലിമിറ്റ് സെയിം, ഓൺലി ചേഞ്ച് ദ വേരിയബിൾ, നോട്ട് അഫക്ട് ദ ആൻസർ. കാരണം ഇൻ്റഗ്രേഷന് ശേഷം നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വേരിയബിളിന് അവിടെ റോളും വരുന്നില്ല. സോ സെയിം ആൻസർ തന്നെ എഴുതിയാൽ മതി. π/2 മൈനസ് ഹാഫ് ലോഗ് 2. π/2 മൈനസ് ഹാഫ് ലോഗ് 2 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. π/4 സോറി ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നേരെ ഓപ്ഷൻ എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഏതാ പ്രോപ്പർട്ടി? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പം ഇതിനകത്താണെങ്കിൽ ഞാനത് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. ഇൻ്റഗ്രൽ എ ടു ബി അല്ല, ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ശരിയല്ലേ? 0 to a ആണ് ലിമിറ്റ്. എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എ മൈനസ് എക്സ് 1 minus x. സോ ഡയറക്ട്ലി റൈറ്റ് ദ ആൻസർ. ഒരു സ്റ്റെപ്പും ചെയ്യേണ്ട ആവശ്യമില്ല, അത് മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 1/1 + sin x ആണ്. ഒന്നുകിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം, സൈൻ കോസ് ആവും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 1/1 + sin x സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, കോഞ്ചുഗേറ്റ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 minus sin x by 1 + sin x ഇൻറ്റു 1 minus sin x എന്ന് എഴുതി. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 minus sin x by 1 minus sin സ്ക്വയർ വരും, a plus b ഇൻറ്റു a minus b. അത് cos സ്ക്വയർ x വരും. സ്പ്ലിറ്റ് ചെയ്താൽ 1/cos സ്ക്വയർ എന്ന് പറയുന്നത് sec സ്ക്വയർ വരും. sin/cos സ്ക്വയർ എന്ന് പറയുമ്പോൾ sin/cos ടാനും 1/cos sec കിട്ടും. ഇൻ്റഗ്രേഷനും ഉണ്ട്, ലിമിറ്റും മാറ്റുന്നില്ല. ഞാൻ പ്രോപ്പർട്ടി ഒന്നും അപ്ലൈ ചെയ്തില്ല, ഡയറക്റ്റ് അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. സീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് വരും, ടാൻ സീക്കിൻ്റെ ഇൻ്റഗ്രൽ സീക്ക് എക്സും വരും. ഫ്രം ലിമിറ്റ് 0 to π/2 വിച്ച് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ശരിയല്ലേ, ടാൻ π/2 ടാൻ π/2 ഇൻഫിനിറ്റി സീക്ക് π/2 ഇൻഫിനിറ്റി. അപ്പോൾ അത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, അത് 0 എന്ന് എഴുതാൻ പറ്റില്ല, അത് കട്ടായി പോകുമെന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ലോവർ ലിമിറ്റ്, അല്ലെങ്കിൽ പിന്നെ ഇതിന് ചേഞ്ച് ചെയ്യണം, sin/cos എന്ന് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യണം, അതിനൊന്നും ആവശ്യമില്ല. ദെൻ 0, ദെൻ ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ 0 0, സീക്ക് 0 1, 0 minus 1, ആൻസർ 1 കിട്ടും. ഫോർത്ത് ഓപ്ഷൻ കിട്ടും, അത് മതി. അതല്ലെങ്കിൽ പിന്നെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/1 + sin x, അടുത്തത് 1/1 + cos x വരും. 1/1 + cos x അത് LCM കാണണം. അതല്ലെങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ π/1 + cos x കിട്ടില്ലേ, 1 + cos x ട്രിഗണോമെട്രി ഫോർമുല അപ്ലൈ ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചത് എക്സിൻ്റെ പ്ലേസിൽ a minus x കൊടുത്താൽ sin 90 minus x എന്ന് പറയുമ്പോൾ കോസ് കിട്ടും. 1/1 + cos x എന്ന് പറഞ്ഞാൽ 2 cos square x/2 കിട്ടും. അപ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ x/2 എന്ന് വരും. ഇതും കുഴപ്പമില്ല.
ദെൻ ഹാഫ് ഇൻറ്റു സീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രല് ടാൻ എക്സ് ബൈ 2 ഇൻറ്റു 1/2 വരും. ഇൻറ്റു അല്ല, ഡിവൈഡഡ് ബൈ, ഇൻ്റഗ്രേഷൻ അല്ലേ, അപ്പം ഡിവൈഡഡ് ബൈ 1/2. ഇത് കട്ടായി പോവും. ഇനി 0 മുതൽ π/2 വരെ കൊടുത്താലും മതി. അത് എളുപ്പമെങ്കിൽ അത് ചെയ്തു. എക്സിൻ്റെ പ്ലേസിൽ π/2 കൊടുക്കുമ്പോൾ ടാൻ π/4 വരും, ദാറ്റ് ഈസ് 1. ടാൻ 0 വരും, ദാറ്റ് ഈസ് 0. അങ്ങനെ ആൻസർ 1 കിട്ടും. ഒന്നോടെ പറയാം ഞാൻ, എക്സിന് പകരം π/2 മൈനസ് എക്സ് കൊടുത്തു, സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ വന്നു, 1 പ്ലസ് കോസ് എക്സിന് ഫോർമുലയുണ്ട്. ദെൻ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു, 4th ഓപ്ഷനിലേക്ക് എത്തി. വീണ്ടും മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ, -2 to 2 mod x plus 3. ഒന്നുകിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുക. -2 മുതൽ ഏത് വാല്യൂ കൊടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. സ്പ്ലിറ്റ് ചെയ്യാൻ -2 മുതൽ 2 വരെ ഏത് വാല്യൂ കൊടുത്താലും ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? -2 മുതൽ 2 വരെ, ബിറ്റ്വീൻ -2 and 2 mod x plus 3 is always പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് എടുത്താൽ മതി. ദെൻ ഇൻ്റഗ്രേഷൻ നടത്തിയിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോ, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഗർ വരയ്ക്കുക. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് സ്വീകരിച്ചോളൂ. ഇവിടെയല്ലേ -3 വരിക, -3ലായിരിക്കും ഇത് 0 കിട്ടുക. ഓക്കെ, ഇവിടെയാണ് -2 വരിക, ഇവിടെയാണ് 2 വരിക. എന്നിട്ട് ട്രയാങ്കിൾ പോലെ വരയ്ക്കുന്നു. ട്രപ്പീസിയത്തിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ വലിയ ട്രയാങ്കിളിൽ നിന്ന് ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നു. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഏത് ഫോമിൽ വേണമെങ്കിലും ചെയ്തു. ഞാനിപ്പോൾ ഇൻ്റഗ്രേഷൻ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ചിലർക്ക് ഇതായിരിക്കും എളുപ്പം. x²/2 + 3x. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കത് ഫെമിലിയർ ആണല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ്. എൻട്രൻസിനൊക്കെ സാധാരണ ഇങ്ങനെ ഫിഗർ വരച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. കാരണം ഇത് ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്ലസ് മൈനസ് ഒക്കെ വന്നവർക്ക് ആൻസറിൽ ചിലപ്പോൾ കറക്ഷൻ വരും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 4/2 2 വരും, +6 വരും, മൈനസ് 4/2 2 വരും, -6 വരും, 8 -4 വരും. ദാറ്റ് ബിക്കം 12. 5th ഓപ്ഷൻ കിട്ടും. അതല്ലെങ്കിൽ ഫിഗർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളൂ. 1/x × 1 + x. x × 1 + x എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കത് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് 1/x - 1/1 + x എന്ന് എഴുതാം. ഇൻ്റഗ്രേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ന്യൂമറേറ്റർ 1 കിട്ടിക്കോളും. ഇറ്റ്സ് ഇൻ്റഗ്രേഷൻ ഈസ് log x - log 1 + x from 3 to 5. log a minus log b is written as log a/b. 3 to 5, which is equal to log upper limit കൊടുക്കുമ്പോൾ 5/6 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3/4. ശരിയാണോ? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5/6, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3/4, വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് 5/6 × 4/3. ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ 2 കൊടുത്ത് ഇവിടെ 3 കൊടുക്കാം. അങ്ങനെ 10/9 എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ ഞാനിവിടെ അപ്ലൈ ചെയ്തത് log a - log b ഈസ് log a/b എന്നുള്ള റിസൾട്ട് ആട്ടോ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഓപ്ഷനിലേക്ക് എത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിനെ മോഡുലസ് പോലെ സ്പ്ലിറ്റ് ചെയ്യുന്നു. മോഡുലസിൽ നമ്മൾ പ്ലസ് മൈനസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൽ ഇൻറ്റിജർ 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 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ -3 മുതൽ 3 വരെയാണ് ക്വസ്റ്റ്യൻ. -3 മുതൽ 3 വരെ -2 -1 0 1 2. അപ്പോൾ -3 മുതൽ -2 വരെ, -2 മുതൽ -2 വരെ
ഇത് -3 വരും, പ്ലസ് -2 മുതൽ -1 വരെ -2 വരും, പ്ലസ് -1 മുതൽ 0 വരെ -1 വരും, പ്ലസ് 0 മുതൽ 1 വരെ 0 വരും dx, പ്ലസ് 1 മുതൽ 2 വരെ 1 വരും, പ്ലസ് 2 മുതൽ 3 വരെ 2 dx വരും. ഓക്കെ, മൈനസ് ഇങ്ങനെ ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിനെ. നമ്മൾ മോഡുലസിന് പ്ലസ് മൈനസ് ചെയ്യുന്നത് പോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിന് ഇൻറ്റിജർ ഇവിടെ മുതൽ ഇവിടം വരെ അങ്ങനെ ചെയ്തു പോകും. ദെൻ ഇൻ്റഗ്രേഷൻ നടത്തുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. അതാണ് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് 1. ഓക്കെ, ഇതിൻ്റെ പീരീഡ് 1 ആണ്. അപ്പം അങ്ങനെ ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ 0 to nt f of x dx is equal to n into integral 0 to t f of x dx, where this is a periodic function with period t. അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. അതായത് ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്, 1 ആണ് പീരീഡ്. ഓരോ 1 വിട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. -3 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അത് 6 കേസസ് വരും അല്ലേ? -3 മുതൽ 3 വരെ 6 കേസസ് വരും. 1 2 3 4 5 6. അപ്പോൾ നമ്മൾ 6 ഇൻറ്റു -3 to 3 ചെയ്താൽ ഓഡ് പോസിറ്റീവ് നെഗറ്റീവ് പ്രശ്നം വരുന്നുണ്ട്. 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. 0ക്കും 1നും ഇടയ്ക്ക് ഏതെടുത്താലും വേണ്ട, 0 to 1 എടുത്താൽ ശരിയാവില്ല. 0ക്കും 1നും ഇടയ്ക്ക് ഏതെടുത്താലും 0യിലേക്ക് പോകും. വേണ്ട, അപ്പം ഇങ്ങനെ തന്നെ ചെയ്തോ. 0 ആയി പോകും. 0 വേണ്ട, അല്ലെങ്കിൽ വേണമെങ്കിൽ ലിമിറ്റ് മാറ്റണം. 1 to 2 എടുക്കണം. 1 to 2 ഏത് നമ്പർ കൊടുത്താലും ഇങ്ങനെ വെച്ചിട്ട് വേണ്ട പണി വേണ്ട കേട്ടോ. വേണ്ട, നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാം. അത് ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിലേ പറ്റുള്ളൂ. ഫ്രാക്ഷണൽ പാർട്ടിൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. See, its integral is -3x -3 to -2. Next is -2x -2 to -1 plus -x -1 to 0, then 0, x 1 to 2, 2x 2 to 3. See, -3 into upper minus lower വരുമ്പോൾ 1 വരും. -2 -3 plus 1 വരും. -2 into upper minus lower വരുമ്പോൾ 1 വരും. പ്ലസ് -1 into upper minus lower വരുമ്പോൾ 1 വരും. പ്ലസ് 1 പ്ലസ് 2 into upper minus lower വരുമ്പോൾ 1 വരും. ഇപ്പം എത്ര കിട്ടുമെന്ന് നോക്കി. -3 -2 -1 +1 +2 ഇത് കട്ട് ചെയ്ത് പോയിട്ട് -3 കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വിട്ടേരെ കേട്ടോ, അത് വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ ഈസി ആട്ടോ. കാരണം -a to a ലിമിറ്റ് വരുന്നു. -a to a ലിമിറ്റ് വരുമ്പോൾ നമ്മൾ ഓഡ് ഓർ ഈവൻ എന്ന് നോക്കും. ഓഡ് ഓർ ഈവൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? f of -x is equal to -f of x ആണെങ്കിൽ ഓഡാണ്. അതായത് എക്സിൻ്റെ പ്ലേസിൽ -x കൊടുത്താൽ അത് ഔട്ട് സൈഡ് വരുവാണെങ്കിൽ നോക്കൂ, ഈ എക്സിന് മൈനസ് കൊടുത്ത് ഔട്ട് സൈഡ് വരും, ഇതിന് മൈനസ് കൊടുത്ത് ഔട്ട് സൈഡ് വരും, ഇതിന് മൈനസ് കൊടുത്ത് ഔട്ട് സൈഡ് വരും. സ്ക്വയറെന്നോ -4 ഈവൻ പവർ വന്നാലല്ലേ f of -x is equal to f of x തന്നെ കിട്ടുള്ളൂ. ഇവിടെ ഈവൻ അല്ല, ഓഡ് പവേഴ്സാ, മൈനസ് ഔട്ട് സൈഡ് വരും. അപ്പോൾ ഇതെല്ലാം ഓഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ കോസ് ഈവൻ ആണ്, അതുകൊണ്ട് കാര്യമില്ലേ. കോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ ഓഡ് ഇൻറ്റു ഈവൻ വരും, അത് ഓഡ് ഫംഗ്ഷനിലേക്ക് വരും. സോ ഇത് എൻറ്റയർ ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഇറ്റ്സ് ആൻസർ ബിക്കംസ് 0. -a to a എന്നുള്ള ലിമിറ്റ് വരുന്നു. ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ ആൻസർ 0 എന്ന് പഠിച്ചിട്ടുണ്ട്. ഈവൻ ആണെങ്കിൽ 2 into 0 to എന്ന് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ആൻസർ ബിക്കം 0. നെക്സ്റ്റ്, -log3 to log3 e⁻mod(x). നമ്മളിവിടെ നോക്കൂ, മോഡുലസ് കിടക്കുന്ന എക്സിൻ്റെ പ്ലേസിലാണ്. അപ്പം മോഡുലസ് കിടക്കുന്ന എക്സിൻ്റെ പ്ലേസിലായതുകൊണ്ട് നമുക്കത് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. -log3 മുതൽ 0 വരെ e⁻x dx എന്നും 0 മുതൽ log3 വരെ ഇവിടെ മൈനസ് വരും e⁻x dx എന്നും. കാരണം
മോഡ് എക്സ് എന്ന് പറയുന്നത് 0. 0യിൽ അത് 0യാണ്. 0യേക്കാൾ ലെസ് ആണെങ്കിൽ നെഗറ്റീവ്, 0യേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ആ മോഡുലസിനെ എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു? 0യിൽ വെച്ചിട്ട്. ദെൻ ഇൻ്റഗ്രേഷൻ നടത്തുന്നു. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത് 2 × 0 to a അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇവൻ ആയതുകൊണ്ട് 2 × 0 to a ചെയ്താലും മതി. അതാണ് കുറച്ചുകൂടെ എളുപ്പം. 2 × 0 to log 3 e raised to x dx which is equal to 2 × e raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെ വരും. അപ്പോൾ e raised to log 3 മൈനസ് e raised to 0 വരും. ശരിയല്ലേ? 2 × integral 0 to 3s which is equal to 2 × this become ഇയും ഇയോടെ വരുമ്പോൾ രണ്ട് സെയിം ബേസ് ആയതുകൊണ്ട് 3 - 1 വരും. അപ്പോൾ 3 - 1 2 കിട്ടും. 2 × 2 4 കിട്ടും. തേർഡ് ഓപ്ഷൻ കിട്ടും. ഇങ്ങനെ ചെയ്താലും മതി. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഈവൻ ഫംഗ്ഷനായിട്ട് നിങ്ങൾ എടുത്തു. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ -x കൊടുത്താലും മാറ്റമില്ല. സോ നിങ്ങൾക്ക് ഇതിനെ 2 × integral 0 to a f of x dx എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ. e raised to -x നെ e raised to -x by -1 minus log 3 to 0 plus e raised to x 0 to log 3. രണ്ടും സെയിം ആൻസർ കിട്ടും കേട്ടോ. ഇതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞത്. ഇത് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 0 to 1. ഇത് നോക്കൂ, നമ്മൾ പറഞ്ഞ അതേ പ്രോപ്പർട്ടി f of x f of x f of a minus x എന്ത് ചെയ്താൽ മതി? f of x by f of x plus f of a minus x എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2. സോ ഫോർത്ത് ഓപ്ഷൻ കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തേക്കാൻ വേണമെങ്കിൽ ഈ സൈൻ 2x നെ 2 sin x into cos x into e raised to sin x dx എന്ന് എഴുതുന്നു. അതിനുശേഷം sin x പകരം t കൊടുത്താൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് നോക്കിയേ. ഇൻ്റഗ്രൽ e raised to t ഓക്കെ ഇൻറ്റു 2t. ഇത് 2t cos x dx പകരം അത് ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. dt വരും. 2 പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് പാർട്സ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇതാട്ടോ ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ലിമിറ്റ് ഒന്ന് വേണമെങ്കിൽ മാറ്റിയേക്കാം. 0 to π/2 അല്ലേ? എക്സിന് 0 കൊടുത്താൽ സൈൻ 0 0 വരും. എക്സിന് π/2 കൊടുത്താൽ സൈൻ π/2 1 വരും. ഓക്കെ, ഇ റൈസ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റൈസ് ടു ടി ഒന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 2 ഇ റൈസ് ടു ടി ഇൻറ്റു t - 1 വരും ഫ്രം 0 to 1. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 0 വരും. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 0 വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ തെറ്റിയോ? t is equal to 0 to 1 e raised to t പുറത്തേക്ക് എടുത്തു. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇത് ഉണ്ടോ? ഇത് 1 - 1 0. ലോവർ ലിമിറ്റ് കൊടുത്താൽ 2 × e raised to 0 - 0 - 1 വരും അല്ലേ? ടിക്കൊക്കെ 0 കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 × -1 വരും. ദാറ്റ് ഈസ് 2 കിട്ടും. തേർഡ് ഓപ്ഷൻ വരും. തെറ്റിയോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1 to 3 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x - 1. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇപ്പോൾ 1നും 3ക്കും ഇടയ്ക്ക് വാല്യൂ കൊടുത്താൽ എക്സിന് 1 കൊടുത്താൽ 1 - 1 0 കിട്ടും. എക്സിന് 2 കൊടുത്താൽ 2 - 1 1 കിട്ടും. എക്സിന് 3 കൊടുത്താൽ 3 - 1 2 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് 1 മുതൽ 3 വരെയാണ്. എക്സിന് കൊടുക്കുന്ന വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ്? എക്സ് ഫ്രം 1 to 3. അപ്പോൾ എക്സ് മൈനസ് 1ന് കൊടുക്കുന്ന വാല്യൂസോ? എക്സ് മൈനസ് 1ന് കൊടുക്കുന്ന വാല്യൂസ് 0 മുതൽ 2 വരെ അല്ലേ? 0ക്കും 2നും ഇടയ്ക്ക് ഏതൊക്കെ ഇൻറ്റിജർ വരും? 0 വരും, 1 വരും. 2 വരുന്നില്ല, അപ്പർ ലിമിറ്റിൽ പോയില്ലേ? അപ്പോൾ അവിടെ വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ 1 to 3 എന്നുള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x - 1 dx. ഇതിനിടയിൽ വരുന്ന ഇൻറ്റിജർ ഒന്ന് 0, അടുത്തത് 1. ഓക്കെ, 0 വരുന്ന എവിടെയായിരിക്കും? 0 വരുന്നത് എക്സിന് 1 മുതൽ 2 വരെ കൊടുക്കുമ്പോൾ.
അതായത് എക്സിന് 1 മുതൽ 2 വരെ ഏത് വാല്യൂ കൊടുത്താലും ബിറ്റ്വീൻ 1 ആൻഡ് 2, അതായത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 1.1 കൊടുത്താൽ 0.1 കിട്ടും, 1.2 കൊടുത്താൽ 0.2 കിട്ടും, 1.9 കൊടുത്താൽ 0.9 കിട്ടും. ഇതിൻ്റെ ഒക്കെ ആൻസർ 0 ആയിപ്പോൾ. ഇനി 2 മുതൽ 3 വരെ കൊടുത്താൽ 2.1 കൊടുത്താൽ 1.1 ആൻസർ കിട്ടും, ഗ്രേറ്റസ്റ്റിൻ്റെ എടുക്കുമ്പോൾ 1 കിട്ടും. അല്ലെങ്കിൽ 2.2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ 1.2 കിട്ടും, അതിൻ്റെ ആൻസർ ഗ്രേറ്റസ്റ്റ് ഇയർ 1 കിട്ടും. അപ്പോൾ ഏത് കൊടുത്താലും 1 കിട്ടും. ദിസ് ആൻസർ ബിക്കം 0. 1ൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് വരും, 2 to 3 വരും. സോ ആൻസർ 3 - 2 ഇറ്റ് ഈസ് 1. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മോഡലസിനെ പ്ലസ് മൈനസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻറ്റിജർ അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 മുതൽ 2 വരെയാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ആൻസറിൽ വരുന്നത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. അടുത്തത് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഫംഗ്ഷൻ. അവർ പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഗ്രാഫ് ചുമ്മാ റഫായിട്ടൊന്ന് നമുക്ക് വരച്ചേക്കാം. നോക്കൂ, അവർ പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നത് ഇതാണ്, y = x. ഇങ്ങനെ പോയി. ഇതാണ് y = x. y = x. അത് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ശരിക്കും ഞാൻ ഇത് ഇങ്ങനെ എഴുതും കേട്ടോ. ഈ f(x)ന് പകരം y = എന്ന് കൊടുത്താൽ y = x, x <= 3. ഇപ്പം എവിടെയാണ് 3 എന്നിരിക്കട്ടെ, ഇത് 0. ഇനി 3യേക്കാൾ വലുതാണെങ്കിൽ y = -x + 6 ആണ്. അപ്പോൾ x + y = 6 ആണ്. x + y = 6 ആണ്. x + y = 6 എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോകും. x + y = 6 ഇങ്ങനെ പോകും. ഓക്കെ, ഇത് രണ്ടോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? 3 ആയിരിക്കില്ലേ? 3ൽ 2 മീറ്റ് ചെയ്യില്ലേ? 3ൽ 2 മീറ്റ് ചെയ്യും. ശരിയാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്ര കിട്ടും? 0 മുതൽ 6 വരെ. ഈ പോയിന്റ് 6 ആട്ടോ. 6. ഹൈറ്റ് എത്ര വരും? ഇതാണ് ഹൈറ്റ് 3. സോ ആൻസർ 9 കിട്ടും. ഇൻ്റഗ്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഫിഗർ വരച്ചാൽ മതി. 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് y = x ഇങ്ങനെ പോകുന്നു, അടുത്ത y = -x + 6 ഇങ്ങനെ പോകുന്നു. ഗ്രാഫ് വരയ്ക്കാൻ പ്രശ്നമില്ല. എക്സിനും വൈക്കും 0 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് നമുക്ക് കിട്ടും. എക്സിന് 0 കൊടുക്കുന്ന ഒരു പോയിന്റ് കിട്ടി, വൈക്ക് 0 കൊടുക്കുന്ന അടുത്ത പോയിന്റ് കിട്ടി, ഗ്രാഫ് വരയ്ക്കുന്നു. സോ ആൻസർ 9 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) = 0 to x f(t) dt. ക്യാപിറ്റൽ f(x) തന്നിട്ടുണ്ട്. f(2) കണ്ടുപിടിക്കണം. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, NCERT-യിൽ കാണുന്നില്ല. സ്മോൾ f(x) കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂട്ടൺസ് ലെബനിറ്റ്സ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. അത് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. ഇതിനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തണം. ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തുക എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ലെഫ്റ്റ് സൈഡ് f'(x) വരും, റൈറ്റ് സൈഡ് അപ്പർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് 1 കിട്ടും ഇൻറ്റു f(x) മൈനസ് ലോവർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. അതാണ് ഫോർമുല. ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടാണ് ശരിക്കും ലിമിറ്റ് കൊടുത്തിട്ട് ഡിഫറൻസിയേഷൻ നടത്തണം. ഇവിടെ അതിനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. അപ്പർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വേരിയബിളിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. ഇവിടെ അപ്പർ ലിമിറ്റ് എക്സ്, ഡെറിവേറ്റീവ് 1, ഇവിടുത്തെ വേരിയബിൾ ടി, അതിന് അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ്. അവിടെ തീർന്നു. ലോവർ ലിമിറ്റ് 0 ആയി, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി, പിന്നെ ചെയ്യേണ്ട. അപ്പർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വേരിയബിളിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വേരിയബിളിന് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ f'(x) വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇത് x² + x³ വരില്ലേ? അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x + 3x² വിച്ച് ഈസ് ഈക്വൽ ടു f(x). എക്സിന് എന്ത് കൊടുക്കണം? 2. എക്സിന് 2 കൊടുക്കൂ. f(2) എന്ത് വരും? 4 + 12 16 കിട്ടും. ഫോർത്ത് ഓപ്ഷൻ
4 + 12 16 കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മുടെ പ്രോപ്പർട്ടി ഒന്നു എഫ് ഓഫ് എക്സ്. അതേ എഫ് ഓഫ് എക്സ് തന്നെ എവിടെയുണ്ട് നോക്കൂ. എക്സിൻ്റെ പ്ലേസിൽ എന്ത് റീപ്ലേസ് ചെയ്യണം? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ്. എക്സ് 5 + 3 8 മൈനസ് എക്സ്. സോ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ബി മൈനസ് എ ബൈ 2 വരും. 5 മൈനസ് 3 ദാറ്റ് ഈസ് 2/2. ആൻസർ ബിക്കം 1. ആൻസർ ബിക്കം 1. ഓക്കെ, നെക്സ്റ്റ് അനദർ ഈസി ക്വസ്റ്റ്യൻ. -a to a ലിമിറ്റ്. ഇത് ഓഡ് ഫംഗ്ഷൻ ആ 0 ആയിപ്പോയി, ഇത് ഓഡ് ഫംഗ്ഷൻ ആ 0 ആയിപ്പോയി, ഇത് ഓഡ് ഫംഗ്ഷൻ ആ 0 ആയിപ്പോയി. അപ്പോൾ ഇത് മാത്രം മതി. -a to a 3dx മതി. ബാക്കി എല്ലാം ഓഡ് ഫംഗ്ഷനാണ്. 3യുടെ ഇൻ്റഗ്രൽ 3x കിട്ടും. ഫ്രം -a to a വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3 × a മൈനസ് a വരും, വിച്ച് ഈസ് 3 × 2a വരും. ആൻസർ ബിക്കം 6a. ഓഡ് ഈവൻ ചെക്ക് ചെയ്തു, പെട്ടെന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ ബൗണ്ടഡ് ബൈ 3x മൈനസ് എക്സ് സ്ക്വയർ. 3x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 0 എന്നും കിട്ടും, എക്സ് ഈക്വൽ ടു 3 എന്നും കിട്ടും. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ രീതിയിലിരിക്കും പരാബോള അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ നെഗറ്റീവ് ആണ്. ഫ്രം 0 to 3 ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. 0 മുതൽ 3 വരെ. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡൗൺവാർഡ് ഇരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അപ്വാർഡ് ഇരുന്നേനെ. ഇത് കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഞാനിവിടെ കണ്ടുപിടിച്ചത്. വൈക്ക് 0 കൊടുത്തു, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നും കിട്ടും, എക്സ് ഈക്വൽ ടു 3 എന്നും കിട്ടും. 3x മൈനസ് എക്സ് സ്ക്വയർ dx കിട്ടും. ഇൻ്റഗ്രേഷൻ നടത്തിയാൽ 3x² / 2 മൈനസ് x³ / 3 ഇൻ്റഗ്രൽ 0 to 3 വരും, വിച്ച് ഈസ് 3² 9 വരും. 9 × 3 27/2 മൈനസ് 27/3 വരും. 27 ഔട്ട്സൈഡ് എടുത്താൽ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും കേട്ടോ. 1/2 മൈനസ് 1/3 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3 - 2 1/6 വരും. 27 × 1/6 LCM കണ്ടാൽ വരും. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് 3 കൊണ്ട് കട്ട് ചെയ്തിട്ട് 9/2 എന്ന് എഴുതാമല്ലോ. അങ്ങനെ 5th ഓപ്ഷൻ കിട്ടും. 3 കൊണ്ടൊന്ന് കട്ട് ചെയ്തോളൂ, 9/2 കിട്ടും, 5th ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y ഈസ് ഈക്വൽ ടു mod x. y ഈസ് ഈക്വൽ ടു mod x-ന്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, ഇതേപോലെ ഇരിക്കും. ദിസ് ഈസ് y ഈസ് ഈക്വൽ ടു mod x. ഫ്രം വെയർ ടു വെയർ? 0 ആൻഡ് x ഈക്വൽ ടു 4. ഈ പോർഷൻ്റെ ഏരിയ കാണണം. വെരി സിമ്പിൾ. ദിസ് ലെങ്ത് ബിക്കം 4. ഈ ഹൈറ്റും 4 തന്നെ ആയിരിക്കില്ലേ? 4 അല്ലേ ഈ പോയിന്റ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു വാട്ട്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ആൻസർ ഈസ് 8. അങ്ങനെ 3rd ഓപ്ഷൻ വരും, 8th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിനകത്ത്. ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം. ചില ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിരുന്നു, ബാക്കിയെല്ലാം NCERT-യുടെ രീതിയിൽ തന്നെ ചെയ്താൽ മതി. 1-2 ഷോർട്ട് കട്ട് പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.